എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുകും ഉലുവയും കൂടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ചെറിയുള്ളി വേണം. ചെറിയുള്ളി എത്രയും കിട്ടാമോ അത്രയും നിങ്ങൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത് ഏകദേശം വഴണ്ടി വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അത് ഞാൻ ജസ്റ്റ് ചതച്ചാണ് ഇട്ടേക്കുന്നത്, അതും ഇട്ടു. അതും നന്നായിട്ട് ഏകദേശം വഴണ്ടി വരുമ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ആ പൊടികൾ ഈ ഒരു ഉള്ളിയിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച്, അതായത് ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു മസാല നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അത് മൂത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളി ചേർത്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കറിയിലേക്ക് നന്നായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം പുളിയുടെയും ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാകും. ഈ ഒരു സമയത്താണ് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. ഉപ്പൊക്കെ ബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ അയലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അയല കഷ്ണങ്ങൾ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിൽ കറി വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ അയലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു തേങ്ങ നമുക്ക് ഈ ഒരു ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ഏകദേശം നന്നായിട്ടൊന്ന് മിക്സായി നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടെ വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അയലക്കറിക്ക്. അയല മാത്രമല്ല, നിങ്ങൾക്ക് മത്തിയാണെങ്കിലും വേറെ ഏത് മീനാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വെച്ച് നോക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡിയാണ്.